ലാല് പറയാൻ ഒരു വെടിക്കെട്ട് അവതരിപ്പിച്ചാലോ, ലാലിൻ്റെയാണ് ഐഡിയ. അപ്പം ഞാൻ പറഞ്ഞു വെടിക്കെട്ട് ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ ഈ പൂരത്തിൻ്റെ ഒരു ക്രൗഡുണ്ട് ഇങ്ങനെ ഓ. അപ്പോൾ ഈ ശബ്ദം പുള്ളി ഉണ്ടാക്കി. അപ്പം ഞാനാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് അന്ന് കുറച്ചുകൂടെ മിടുക്കൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയാവുമോ എന്നറിയില്ല, ഈ പോകുന്നു പൊട്ടുന്നു ഇതൊക്കെ. അവസാനം ഞാനൊരു ദിവസം നോക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് ടേപ്പ് റെക്കോർഡിൽ വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാല് വീട്ടിലോട്ട് കയറി വരുന്നു. ഇത് മതിയായി, കറക്റ്റ് വോയിസാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ സിദ്ദിഖിന് ജോലിയുണ്ട് സ്കൂളിൽ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ പ്രകാശേട്ടനും ഈ ഷൈജുവും ഒക്കെ ആയിട്ടിരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഐറ്റം ഉണ്ടാക്കി. മിമിക്രി നൈറ്റ് എന്നാണ് ആദ്യം പേരിട്ടത്. അപ്പം ഞാൻ ചെന്നത് പറഞ്ഞു അച്ഛാ മിമിക്രി നൈറ്റ് വേണ്ട അച്ഛാ, മിമിക്സ് ഈവ് എന്നിടാം, മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഈവനിങ്. അപ്പം സിദ്ദിഖ് പറഞ്ഞു അല്ല അച്ഛാ മിമിക്സ് ഈവ് എന്നിട്ടിട്ട് രാവിലെ 10 മണിക്ക് ഒരു കോളേജിൽ പ്രോഗ്രാം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ 10 മണിക്ക് മിമിക്സ് ഈവ് എന്നിടണ്ടേ? അപ്പം അച്ഛൻ പറഞ്ഞു പിന്നെ എന്തിടണം? അപ്പം സിദ്ദിഖ് പറഞ്ഞു പരേഡെന്നും കൂടെ കയറ്റാം, മിമിക്സ് പരേഡ്. ഓക്കെ, അങ്ങനെ മിമിക്സ് പരേഡ് എന്നുള്ള പേര് ഫിക്സ് ചെയ്തു.